ഈ 3 പേർക്കൊരു കോമൺ തിങ് ഉണ്ട്. മലയാളികളെ പൊട്ടരായി അഭിനയിപ്പിച്ച് പറ്റിച്ച് ഇത്രയും നാൾ നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ, ഇതിനു മുന്നേ ഈ പെരേരയെ പറ്റി ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഇൻസിഡന്റ് ആയിപ്പോയി. കാരണം നമ്മൾ ചിന്തിക്കുന്നില്ല ഇവരെയൊക്കെ ഇമാതിരി രീതിയിലൊക്കെ പോകുമെന്നോ, അല്ലെങ്കിൽ ഇതിനുള്ള കപ്പാബിലിറ്റി ഒക്കെ ഉണ്ടെന്നാണ്. ഇതൊക്കെ അതിന് ഇവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാവുന്നത് ഇവർ ഒരു എന്താ പറയുക, പൊട്ടരായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാർ എന്തൊക്കെയോ ഒരു ഫെയിമിന് വേണ്ടി തട്ടിക്കൂട്ടുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ കാണുന്നത് പല സമയത്തും. ഈവൻ ഇൻക്ലൂഡിങ് അവരുടെ മൂവി റിവ്യൂസ് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇതാണ് തോന്നുന്നത്. പക്ഷേ ടുവേഴ്സ് ദ എൻഡ് വരുമ്പം ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ ഷോർട്ട് ഫിലിമിന് വേണ്ടി ഒരു കുട്ടീനെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. സന്തോഷ് വർക്കി പെരേരയ്ക്കെതിരെ ആൾറെഡി 2-3 കേസുകൾ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ സന്തോഷ് വർക്കി എന്ന് പറയുന്ന വ്യക്തി PhD ചെയ്യുന്നതാണ്, അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ള ഒരു വ്യക്തിയാണ്. എന്നിട്ടാണ് അദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്ത് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇദ്ദേഹം തന്നെ പറഞ്ഞത് ഇദ്ദേഹം ബൈപ്പോളർ ഡിസോർഡറോ വേറെ എന്തൊക്കെയോ അസുഖങ്ങൾ കാര്യങ്ങളോ അതിന് മരുന്ന് കഴിക്കുന്ന ആളെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് അറിയത്തില്ല. ഇവനൊരു കമന്റിൽ വന്നതാണ് ഈ പറഞ്ഞ സന്തോഷ് വർക്കിയൊക്കെ അദ്ദേഹത്തിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ കാരുണ്യം വെച്ചിട്ട് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. ശരിക്കും സത്യമാണ്. നോക്കുമ്പം സൈക്കാട്രിക് മരുന്ന് കഴിക്കുകയാണ്, അപ്പം രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. സോ മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ ഈ കൊച്ചു കേരളത്തിൽ എന്താണ് ശരിക്കും നടക്കുന്നതെന്ന്. ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മുൻനിരയിലുള്ള നായകന്മാർ ഫുള്ള് പോയി. ഇപ്പം മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയൊക്കെ പേര് ഒരുപക്ഷെ പറയാൻ മടിക്കുന്നതായിരിക്കും. കാരണം അതിനുശേഷമുള്ള എല്ലാവരുടെ പേരും അത്യാവശ്യം വന്നു തുടങ്ങി. ഇപ്പം ജയസൂര്യയുടെയൊക്കെ പേര് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ശരിക്കും ഞെട്ടുന്നതാണ്. കാരണം ജയസൂര്യയുടെയൊക്കെ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജയസൂര്യക്ക് ഒരു മിസ്റ്റർ പെർഫെക്റ്റ് കണക്ക് അല്ലെങ്കിൽ വളരെ സ്ട്രഗിൾ ചെയ്ത് കയറി നടന്നതാണ്. ഇപ്പം മറ്റുള്ള കണക്കല്ല, പൃഥ്വിരാജിന്റെ കണക്കോ അല്ലെങ്കിൽ ഫഹദ് ഫാസിലിന്റെ കണക്കോ അല്ലെങ്കിൽ ആ രീതിയിൽ വന്നൊരു നടനല്ല ഈ പറഞ്ഞ ജയസൂര്യ എന്ന് പറയുന്നത്. സ്ട്രഗിൾ ആയിരുന്നു ഫുള്ള് പുള്ളിക്കാരന്റെ ജീവിതത്തിൽ. അപ്പം ആ സ്ട്രഗിൾ ചെയ്ത് വന്ന മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആൾക്കാരെ ടോർച്ചർ ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ജയസൂര്യക്ക് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. ഭയങ്കര ഒരു ഷോക്കിംഗ് ഇൻസിഡന്റ് ആണത് ജയസൂര്യ കാണിച്ചത്. നമ്മൾ ഇപ്പോൾ ഷാജി പാപ്പനെയൊക്കെ എല്ലാവരും ആരാധിക്കുന്ന ഒരു കഥാപാത്രമായി മാറിയത് തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫും അല്ലെങ്കിൽ പേഴ്സണാലിറ്റി അതേ കണക്ക് ആയതുകൊണ്ടാണ്. ഒരു എന്താ പറയുക, എല്ലാത്തിനും മുന്നിട്ട് നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ എല്ലാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളെന്ന രീതിയിലാണ് നമ്മൾ അദ്ദേഹത്തിനെ കാണുന്നത്, ആ കൺസെപ്റ്റ് ഉള്ളത്. പക്ഷേ അദ്ദേഹം നമ്മളോട് ചെയ്തത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു വലിയൊരു വഞ്ചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മലയാള സിനിമയോടും സിനിമ ഇൻഡസ്ട്രിയോടും. വേറെ ആരുടെ പേര് പറഞ്ഞെങ്കിൽ നമുക്ക് ഇത്ര വിഷമം വരത്തില്ലായിരുന്നു. ഇപ്പം ഈവൻ ഇപ്പം നമ്മുടെ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ വേറെ ആരുടെ പേര് പറഞ്ഞാലും ഇത്രയ്ക്ക് നമുക്ക് വിഷമം വരാണ്ട ചാൻസ് ഇല്ല. കുഞ്ചാക്കോബനോ അല്ലെങ്കിൽ നിവിൻ പോളിയുടെയൊക്കെ അല്ലെങ്കിൽ ടോവിനോ തോമസോ അല്ലെങ്കിൽ നമ്മുടെ ആസിഫ് അലിയോ ഇവരെയൊക്കെ പേര് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. കാരണം ഇവരാരും അത്ര ക്ലീൻ ഇമേജ് ഉള്ള ആൾക്കാരൊന്നുമല്ല. ഇപ്പോൾ ഷൈൻ ടോമോ അല്ലെങ്കിൽ ഷൈൻ നിഗമോ അല്ലെങ്കിൽ ആരും നമ്മുടെ ശ്രീനാഥ് ഫാസിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ പേര് പറയുമ്പം നമുക്കറിയാം ഇവർ ആൾറെഡി ഇങ്ങനെയുള്ള ഒരു ആൾക്കാരാണ്. പക്ഷേ ഈ പറഞ്ഞ ജയസൂര്യയുടെ പേരെടുത്ത് വന്നപ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അത്രയ്ക്ക് നമ്മളൊരു ചിന്തിക്കുന്നില്ല. കാരണം ജയസൂര്യക്ക് നല്ലൊരു ഭാര്യയുണ്ട്, മക്കളുണ്ട്. അപ്പോൾ കുടുംബപരമായിട്ട് വലിയ ഇഷ്യൂ ഉള്ള ആളല്ല. പിന്നെ ഡ്രഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നാണ് സോഫാർ നമുക്ക് കിട്ടുന്ന ഓരോ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. സോ അങ്ങനെയുള്ള ആൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ ഇതിന് വേറെ സൈഡും കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ടോട്ടലായിട്ട് ബ്ലൈൻഡ് ആയിട്ട് ഒന്നിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അവർ പെൺകുട്ടി പറയുന്നത് ഇതിൽ ആരെങ്കിലും പറയിക്കുകയും ചെയ്യാമല്ലോ. ഇപ്പം നമ്മുടെ കോൺഗ്രസിന്റെ ഒരു സരിതയുടെ ഇഷ്യൂ വന്ന സമയത്ത് അന്ന് ഉമ്മൻചാണ്ടിയുടെ പേരൊക്കെ മറ്റുള്ളവർ പറയിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പം ഗണേഷ് കുമാർ പറയിച്ചിട്ടാണ് ഈ സരിതയുടെ പേര് വന്നു എന്നൊക്കെ പറയുന്നത്. കാരണം അവരുടെ കുഞ്ഞിനെ ഇപ്പോഴും ഗണേഷ് കുമാർ നോക്കുന്നുണ്ടെന്നൊക്കെ ഒരുപാട് ന്യൂസ് ആർട്ടിക്കിൾ നമ്മൾ സ്ഥിരം വായിക്കുന്ന സംഭവമാണ്. അപ്പം അത് കണക്കിനി മറ്റുള്ളവരെ പെട്ടുന്ന സമയത്ത് ഒരു പ്രമുഖ നടനും കൂടി ഇരിക്കട്ടെ എന്ന രീതിയിൽ പറഞ്ഞതാണെന്ന് കൂടി എനിക്ക് സംശയമുണ്ട്. കാരണം ഒരിക്കലും ജയസൂര്യയുടെ പേര് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു ഇതിൽ. വേറെ ആരുടെ പേരോ, മോഹൻലാലോ മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ അതിൽ നിന്ന് വന്ന ഏത് നടന്മാരായിക്കോട്ടെ, കുഞ്ചാക്കോവനായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് നടനായിക്കോട്ടെ, നമുക്കൊരു ഇന്ദ്രജിത്തോ പൃഥ്വിരാജോ ആരുടെ പേരോ ആയിക്കോട്ടെ, നമുക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഷാജി പാപ്പൻ്റെ പേര് വരുമ്പോൾ ശരിക്കും നമ്മളൊക്കെ അങ്ങ് ഇനിയിപ്പോൾ ഷാജി പാപ്പൻ്റെ സിനിമ കാണാൻ വരെ നമുക്ക് തോന്നത്തില്ല. ഇപ്പോൾ ദിലീപിൻ്റെ പടം ആ ഒരു ഇഷ്യൂവിന് ശേഷം ദിലീപിൻ്റെ പടങ്ങളൊന്നും ഈവൻ ഈ കേശു മറ്റേ രാമലീലയൊക്കെ നല്ല പടങ്ങളായിരുന്നെങ്കിലും കേശുവൊക്കെ പൊട്ടിയ പടമാണ്. പക്ഷെ പിന്നീട് TV വന്ന സമയത്ത് ഭയങ്കര ഹിറ്റായതാണ്, കോമഡി ഇൻ ദ സെൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇപ്പോഴും അത് കാണുമ്പോൾ നമുക്കൊരു വെറുപ്പാണ് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് നോക്കുമ്പോൾ. അത് കണക്കാണ് ഇനി ജയസൂര്യയുടെ അവസ്ഥ. അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള മൂവികളും
ഇതേ രീതിയിലുള്ള ഒരു ക്രിട്ടിക്സ് വരാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് വലിയ ബിഗ് ബഡ്ജറ്റിൽ ഈ കത്തനാർന്ന് പറഞ്ഞിട്ട് പടം വരാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ അവസ്ഥ എന്താവുമെന്ന് അറിയാൻ പറ്റില്ല. കാരണം ഇനി ആരും ഒരു പേഴ്സണൽ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു ഇമേജിനെ വല്ലാതെ അത് ബാധിക്കും. ഇപ്പം എത്രത്തോളം ഇതൊക്കെ ഇനി സക്സസ് ആയി മുന്നോട്ട് വരുമെന്ന് അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു വലിയൊരു എന്താ പറയുക, ഒരു ഐസ്ബർഗിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറം എന്തൊക്കെ കാര്യങ്ങൾ വരാം, അല്ലെങ്കിൽ എത്രത്തോളം കാര്യങ്ങൾ മറനീക്കി മുന്നോട്ട് വരാമെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കാണാവുന്നതാണ്. പക്ഷേ പറയുന്ന കണക്ക് ഈ സ്വാധീനവും പവറൊക്കെ വെച്ചിട്ട് പലതും മാറ്റും. ഇപ്പം തന്നെ രഞ്ജിത്തിനെതിരെ വന്ന പരാതികൾ പലതും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ സംഭവം നടന്നു, പക്ഷേ പരാതിയില്ല. അങ്ങനെ പരാതി ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയാൻ വരുന്നത്? അപകീർത്തി നടത്താൻ വേണ്ടി മാത്രമല്ലേ? അങ്ങനെയാണെങ്കിൽ കേസ് കൊടുക്കണം. അതല്ലേ അതിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്നത്. അല്ലാതെ സാമൂഹ്യ മാധ്യമത്തിൽ അല്ലെങ്കിൽ TV റിപ്പോർട്ടറിലൊക്കെ വന്നിട്ട് ഇത് കണക്ക് ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് പരാതിയില്ല എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അതിൻ്റെ ബാക്കിലുള്ള രീതിയിൽ നമുക്ക് കാണാം. കാരണം അവർ വരുന്നത് ഫുൾ ഫേസോടെയാണ്. ഇപ്പോൾ TV നമ്മളിപ്പോൾ ഒരു കവർ ചെയ്ത്, ഒരു ഫേസ് കവർ ചെയ്ത് ഒരു അങ്ങനെ വന്നിട്ട് ഒരു മാസ്ക് ചെയ്തിട്ട് വന്ന് പറയുന്നതല്ല. ഇൻ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞിട്ട് അപ്പം ഓൾറെഡി അവർക്കൊരു ഫെയിം കിട്ടാൻ വേണ്ടിയാണോ എന്ന് കൂടി പലരും ചിന്തിക്കേണ്ടി വരുന്നു. ആ ഒരു അവസ്ഥ ശരിക്കും ഉണ്ട്. അപ്പം ഓവറാൾ പറഞ്ഞാൽ ജയസൂര്യയുടെ കാര്യമാണ്. പിന്നെ സന്തോഷ് വർക്കിയും പെരേര, അത് രണ്ട് വട്ട് കേസുകളാണ്. അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അവരങ്ങനെയൊക്കെ വിടുന്നതായിരിക്കും നല്ലത്. എന്തായാലും കേസ് വന്നാൽ എന്താ നന്നായി. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് അവരുടെ ശല്യം കാണത്തില്ല. അത്രയേ ഉള്ളൂ പറയാൻ. നമുക്ക് കൂടുതൽ പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ല ഇതിനെപ്പറ്റി.